ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമും ക്യാപിറ്റൽ ഗെയിൻ ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം. ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറയുന്നത് നമ്മളൊരു ലാൻഡോ ബിൽഡിങ്ങോ ഒക്കെ വിറ്റ് കഴിഞ്ഞ് നമ്മൾ പുതിയൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്തിനകം നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ താൽക്കാലികമായിട്ട് ആ എമൗണ്ട് നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ആ അക്കൗണ്ടാണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറയുന്നത്. എന്നാൽ ക്യാപിറ്റൽ ഗെയിൻ ബോണ്ട് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതായത് ഇതേപോലെ തന്നെ നമ്മൾ സ്ഥലമോ വീടോ ഒക്കെ വിറ്റതിന് ശേഷം ആ എമൗണ്ട് നമ്മൾ പുതിയ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പകരം ആ എമൗണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ ബോണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെക്കുക. അതായത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അല്ലെങ്കിൽ RECന്റെ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷന്റെ തുടങ്ങിയ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ ലഭിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 5 years ലോക്കിംഗ് പീരീഡ് ഉണ്ട്. അപ്പൊ ആ 5 years കഴിഞ്ഞാൽ ആ എമൗണ്ട് നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പം മറ്റു പ്രോപ്പർട്ടിയിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ബോണ്ടുകളാണ് ക്യാപിറ്റൽ ഗെയിൻ ബോണ്ട് എന്ന് പറയുന്നത്. സെക്ഷൻ 54EC അനുസരിച്ചുള്ള എക്സംഷൻ കിട്ടുന്ന ബോണ്ടുകളാണ് ക്യാപിറ്റൽ ഗെയിൻ ബോണ്ടുകൾ. എന്നാൽ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് നമ്മൾ പുതിയൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ താൽക്കാലികമായിട്ട് ആ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് മാത്രമാണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഗെയിൻ ബോണ്ടിൽ മാക്സിമം 50 ലക്ഷം വരെ ക്യാപിറ്റൽ ഗെയിനാണ് എക്സംഷൻ കിട്ടുന്നത്. എന്നാൽ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ക്യാപിറ്റൽ ഗെയിൻ അല്ല, നമ്മുടെ സെയിൽ പ്രൊസീഡ്സ് 10 കോടി രൂപ വരെ നമുക്ക് അതിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും.